Hi. Hi. ഉത്സവം കണ്ടു നടക്കുമ്പോൾ അവളെന്റെ മോളി പാട്ടേറ്റ് പാടി അത് കേട്ടു ഞാനും മറന്നു പാടി അവളെന്റെ മോളി പാട്ടേറ്റ് പാടി അത് കേട്ടു ഞാനും മറന്നു പാടി Change my life for good. Super, super. എനിക്ക് വയ്യ സൂപ്പർ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് ലീലാമ്മ പൊളിച്ചു. വീട്ടിലായിരുന്നു എന്നെ എനർജി ആയിരുന്നു അല്ലേ? ഇവിടെ കാണുന്ന ഒരു എക്സ്പ്രഷനേ അല്ലായിരുന്നു ഡാൻസ് കളിച്ചു തുടങ്ങിയപ്പോ. എവിടുന്ന എത്രമാത്രം സ്റ്റെപ്പ് അറിയുള്ളൂ. അതല്ല, ആ സമയത്ത് എടുക്കാൻ എടുത്തു അത്ര തന്നെ ആണല്ലേ. വിധിച്ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വൈറലായ വീഡിയോ? അത് ശരിക്കും എന്ത് ഫംഗ്ഷന് എടുത്തായിരുന്നു? അത് ഒരു കല്യാണത്തിന് പോയതാ. അപ്പൊ അവിടെ ആയിരുന്നില്ലല്ലോ, അതായത് എല്ലാരും ഒരേപോലെ ഒരു ഡാൻസ് കളിക്കും ഓൾറെഡി പഠിച്ചു കയറിയതായിരുന്നു നിങ്ങൾ എല്ലാരും? ഇല്ല ഞാൻ അങ്ങനെ സാധാരണ നമ്മൾ സ്ത്രീകളൊപ്പം ഇരുന്ന് കഴുത് കണ്ടോണ്ടിരിക്കുക. ചെക്കൻ്റെ പെണ്ണിന്റെ കൈകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കെട്ടിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ ഇതപ്പോ സന്തോഷം പറഞ്ഞു എന്റെ മോൻ. അമ്മയ്ക്ക് ആടണെങ്കിൽ ആടണോ വെച്ച്. അമ്മ കയറാൻ തന്നെ ഒരു തള്ളമാരുടെ ഡാൻസ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിയതാ. പിന്നെ നോക്കുമ്പോ പിന്നെ അവിടെ ആരാ എന്തൊക്കെ ഞാൻ നോക്കിയില്ല, അങ്ങോട്ട് തകർത്തു കൊടുത്തു. അതാണ് നമ്മളെ പകർച്ചേട്ടാ, നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോ നമ്മൾ കൊറേ പറയില്ലേ, ചേച്ചി ഡാൻസ് ചെയ്യ്, ചേട്ടാ ഡാൻസ് ചെയ്യ്, ഇതുപോലത്തെ ഒരാള് മതി ഷോ മുഴുവൻ അടിപൊളിയാക്കാൻ. കാലയ്ക്ക് അമ്മേ, എനിക്ക് അമ്മയുടെ എക്സ്പ്രഷൻസും ആ താളത്തിനു അതേ താളം, അതാ ഫുൾ സോങ് അത് അങ്ങനെ കീപ്പ് ചെയ്തു എന്നുള്ളതാ. അത് മാത്രല്ല ഇത് ഓരോ സ്റ്റെപ്സും വെറൈറ്റി ആയിട്ട് അതിങ്ങനെ വരിക, അല്ലാതെ പ്ലാനിങ് ഒന്നുമില്ല, അറിയാതെ വരുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇതുപോലെ സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ അനുഗ്രഹം ഇവിടെയാണ് നമുക്കൊന്ന് ഇങ്ങനെയൊക്കെ കയറാൻ പറ്റിയത്. അല്ല, പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ കാരണവരെ കാലത്ത് ഇങ്ങനെ കുറെ നേരം ടി വിയിലൊക്കെ നോക്കി വെക്കും, എന്തെല്ലാം കാണും, അപ്പൊ നിങ്ങള് കാണിക്കുന്നല്ലാണ്ട്. മോൻ കലാകാരനല്ലേ? എന്റെ മോൻ കലാകാരനാണ്. എനിക്കറിയാം, വളരെ പ്രശസ്തനായ ഒരു കലാകാരനാണ്. അപ്പം കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് സന്തോഷം വിളിച്ചാലോ? അപ്പൊ പകർച്ചേട്ടാ, നമുക്ക് സന്തോഷേട്ടന്റെ പെർഫോമൻസ് അങ്ങനെയാണെങ്കിൽ കാണാം. അപ്പൊ സന്തോഷേട്ടാ വായോ, ദാ സ്റ്റേജ് റെഡിയാ.
കലക്കി. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന ആള്? നിങ്ങൾ കൊണ്ടുവന്ന ആള് കൊള്ളാം, പക്ഷെ ഒരാളും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ രണ്ടുപേരുടെ പെർഫോമൻസ് കൂടെ കണ്ടാലേ ഞങ്ങൾക്ക് അത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. മാർക്ക് എത്രയാന്ന് കൊടുക്കണേ? കൊടുക്കാവേ. അമ്മേ അമ്മ വരട്ടെ. സന്തോഷം ജീവിച്ചു. പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങള് കൊണ്ടുവന്ന ആൾക്കാര്? അടിപൊളിയായിരുന്നു. ഞങ്ങള് ഇവിടെ ഇരുന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു. അത്ര ത്രില്ലായിരുന്നു കേട്ടോ. സ്റ്റേജിലോട്ടങ്ങ് വന്ന് കേറിക്കൂടെ? നമുക്ക് വരണം എന്നുണ്ടായിരുന്നു. സന്തോഷേട്ടന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സിലായി വൻ എനർജിയാണ് അവിടെ പോയാൽ നമ്മൾ പെടും എന്നുള്ളത്. സത്യമല്ലേ സന്തോഷേട്ടാ? തീർച്ചയായിട്ടും ഫസ്റ്റ് എടുത്ത് നോക്കി നടക്കുന്നില്ല. അമ്മ അങ്ങനെ നിക്കുക. പെട്ടെന്ന് കളിക്കണല്ലോ എന്ന് ഓർത്തിട്ട് ചാടി. സന്തോഷേട്ടാ അമ്മേ രണ്ടുപേർക്കും ഉഗ്രനൊരു കൈയടി. അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചോരയിലുണ്ട് താളം. ആ താളം അത് മാത്രമല്ല, ഡാൻസിൽ നിങ്ങൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. അത് ആദ്യം അമ്മയുടേത് വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചു അമ്മ എന്ത് നന്നായിട്ട് എക്സ്പ്രഷൻസ് കൊടുക്കുന്നതെന്ന്. പിന്നെയല്ലേ സന്തോഷേട്ടൻ കയറി പുതുമാപ്പിളയ്ക്ക് അടിച്ചത്. ആടിപ്പൊളി. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, നിങ്ങളുടെ പാട്ട് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പ്രഷൻസും ആ സ്റ്റെപ്സും ഒക്കെ തന്നെ അടിപൊളി. അമ്മ ഇനി ഇതുപോലെ ആരോഗ്യത്തോടു കൂടി ഇനിയും ഒരുപാട് ഡാൻസ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഇറക്കുക. സന്തോഷേട്ടാ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും വിധിച്ചേട്ടാ നമുക്ക് ഈ അമ്മയ്ക്കും മോനും ഒരു കിടക്കാച്ചി ഗിഫ്റ്റ് കൊടുത്താലോ? നമുക്കൊന്ന് അവിടെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ഈ അമ്മയ്ക്കും മോനും നമ്മൾ നൽകാൻ പോകുന്നത്. ഓക്കെ, അതിന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത്രയും കണ്ടോണ്ട് ചോദിക്കുക, അമ്മ എന്താ ഈ കഴിക്കുന്നത്? അമ്മ കഴിക്കുന്നത് സാധാരണ നോക്കും ചോറ്, അല്ലെങ്കിൽ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചോറ് അനുസരിച്ചുള്ള. ഇതൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു എനർജിയാണല്ലേ? പാട്ട് കേൾക്കുമ്പോൾ ആ സമയത്ത് സ്റ്റെപ്പ് നോക്കൂല, അങ്ങനെ എടുക്കും. അതാണ് വേണ്ടത്, ആ ഒരു പവറാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും മക്കള് രണ്ടുപേരും കൊടുത്തേ, വിധിച്ചേട്ട് കൊടുക്കട്ടെ. ആ